ചാനൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രൊഡക്ട്സും കാറ്റഗറീസും ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എക്സൽ സോഫ്റ്റ്വെയർ ആണ്. എക്സൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ടേബിൾ ആൻഡ് കോളംസ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് ആണുള്ളത്, അതുപോലെ തന്നെ അത് ഏത് കാറ്റഗറിയിൽ പെടുത്താമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക, അതിനെ കാറ്റഗറൈസ് ചെയ്യുക, അതിന്റെ സബ് കാറ്റഗറി ഉണ്ടാക്കുക. ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ 3 പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റുകൾ ഈ പറയുന്നവയാണ്. ഒന്ന്, ഒരു ഓറിയന്റ് ഇലക്ട്രിക് ഹെവി ഡ്രൈ അയൺ ഉള്ള പ്രൊഡക്റ്റ് ആണ്. അതൊരു അയൺ ബോക്സ് ആണ്. അതുകൊണ്ട് ഞാൻ അതിനെ കാറ്റഗറി എന്നുള്ളതിൽ ഇലക്ട്രോണിക് അപ്ലയൻസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തി. ഇലക്ട്രോണിക് അപ്ലയൻസിൽ തന്നെ പല സബ് കാറ്റഗറികൾ വരാം. അതിലൊന്നാണ് അയൺ ബോക്സ്. ആ അയൺ ബോക്സിലാണ് ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചില പ്രൊഡക്റ്റുകൾക്ക് കളർ ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ബിസിനസ് എന്ത് തരം പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വിൽക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും അതിന്റെ ചില കാറ്റഗറി, അതായത് അതിന്റെ ചില പ്രോപ്പർട്ടീസ്. അതായത് ഇതിൽ കളറുണ്ട്, അതൊരു വൈറ്റ് ഗ്രേ കളറാണ്. അതുപോലെ തന്നെ നിങ്ങളത് എത്ര ക്വാണ്ടിറ്റി ആയിട്ടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റ വിൽപ്പനയിൽ ഒരെണ്ണമായിരിക്കും സാധാരണ വിൽക്കുന്നത്. ചിലർ കോംബോ ഓഫർ വെക്കാറുണ്ട്. പക്ഷെ കൂടുതലും ഒരെണ്ണമായിട്ടായിരിക്കും നിങ്ങൾ വിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്വാണ്ടിറ്റി ഒന്നെന്ന് ഇട്ടിരിക്കുന്നു. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ചില പ്രോഡക്റ്റുകൾ, അതായത് നിങ്ങൾ അരി, പഞ്ചസാര അങ്ങനെയൊക്കെയുള്ള ലൂസ് ഐറ്റംസ് ആണ് വിൽക്കുന്നതെങ്കിൽ അതിന് 500 ഗ്രാം എന്നൊക്കെ ആയിരിക്കും, അല്ലെ 250 ഗ്രാം ആയിരിക്കാം. അപ്പൊ ആ ഒരു 250 ഗ്രാം ആണെങ്കിൽ അത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വാണ്ടിറ്റി കോളം. അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിക്ക് MRP എത്ര വരും. അപ്പൊ ഈ ഒരു അയൺ ബോക്സിന്റെ MRP വരുന്നത് 1350 രൂപയാണ്. അതിന്റെ സെയിൽ പ്രൈസ് നമ്മൾ അത് ഓഫറൊക്കെ ഇട്ട് ഒരു 1200 രൂപയ്ക്ക് വിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അത് എത്ര എണ്ണം ഇരിപ്പുണ്ട്, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, അതൊരു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10 ആണ് ഇരിക്കുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ഇവിടെ മെൻഷൻ ചെയ്യുക. അതല്ല, നമുക്ക് സ്റ്റോക്ക് ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക് കുറഞ്ഞോളും. അപ്പൊ 10 എന്നുള്ളത് 9 ആയിക്കോളും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് അത് ഓട്ടോമാറ്റിക് ആയിക്കോളും കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഇമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ഇടാനായിട്ടുള്ള ഒരു ലിങ്ക്, അതായത് ഞാനിവിടെ ഈ പ്രൊഡക്റ്റ് കുറച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഇതാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇമേജ് ഈ ഒരു സൈറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു URL, ഇതാണ് ആ സൈറ്റിന്റെ URL. ഇത് കോപ്പി ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ എക്സൽ ഷീറ്റിൽ വന്നിട്ട് അവിടെ ഇതിനെ പേസ്റ്റ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ആ URL അവിടെ വന്നോളും. അതുപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ ടേബിൾ ഫാൻ ആയിട്ടുള്ള ഒരു ഉഷയുടെ ടേബിൾ ഫാൻ ആണ് എടുത്തിരിക്കുന്നത്. അതും ഇലക്ട്രോണിക് അപ്ലയൻസിൽ വരുന്നതാണ്. ടേബിൾ ഫാൻ എന്ന് പറയുന്ന സബ് കാറ്റഗറി ഞാൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിന്റെ അണ്ടറിലായിരിക്കണം ഈ ഒരു പ്രൊഡക്റ്റ് വരേണ്ടത്. അതിന്റെ കളർ പർപ്പിൾ ആണ്. അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ MRP, സെയിൽ പ്രൈസ്, സ്റ്റോക്ക് എത്രയുണ്ട്, അതുപോലെ തന്നെ അടുത്തതായിട്ട് അതിന്റെ ഒരു ഇമേജ് കിട്ടുന്ന ഒരു URL ഇടണം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ആ ഒരു ഇമേജ് തപ്പിയെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക, എക്സലിൽ വരിക, പേസ്റ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അടുത്തത് ഒരു LED ലൈറ്റ് ആണ്. അതും ഇലക്ട്രോണിക് അപ്ലയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ LED ലൈറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു സബ് കാറ്റഗറി ഉണ്ടാക്കി ലിസ്റ്റ് ചെയ്യിക്കാനായിട്ടാണ്. അതിന് വൈറ്റ് കളറാണ്. ക്വാണ്ടിറ്റി, അതിന്റെ പ്രൈസ്, അതിന്റെ സെയിൽ പ്രൈസ്, അത് എത്ര സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്, അതായത് നമ്മുടെ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഇമേജും ഞാനിവിടെ ഒരു സൈറ്റിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, നമ്മുടെ എക്സൽ ഷീറ്റിൽ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇത് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എൻട്രി ചെയ്ത് കൊള്ളാം ഇതെല്ലാം. അതെല്ലാം നിങ്ങൾ തന്നെ എങ്ങനെ എൻട്രി ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട കാറ്റഗറി എന്നുള്ളത്
ഇലക്ട്രോണിക് അപ്ലയൻസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പൊ ഈ കാറ്റഗറിക്ക് എന്തൊക്കെ വേണം എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി നെയിം വേണം, അതുപോലെ തന്നെ ആ കാറ്റഗറിയുടെ ഒരു ഇമേജ് കൂടെ വേണം. അപ്പൊ ഇമേജിൽ എന്തൊക്കെ വരണം എന്നുള്ളത് ഈ കാറ്റഗറിയിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഉള്ളതെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് ആ ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആ ഇമേജ് ഉണ്ടാക്കാം. ആ ഇമേജിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളുടെ ഇമേജസ് വേണം? ഒന്ന്, ഒരു അയൺ ബോക്സ് കാണണം, അവിടെ ടേബിൾ ഫാൻ ഉണ്ടായിരിക്കും, LED ലൈറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും 3 പ്രൊഡക്റ്റുകളുടെ ഒരു ഇമേജ് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഇമേജ് ആണ് നമ്മൾ ഈ കാറ്റഗറിക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇമേജ് തയ്യാറാക്കാം. ഇമേജ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഫോട്ടോഷോപ്പിൽ വന്നതിന് ശേഷം ഫയൽ എടുക്കുക, ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളൊരു ന്യൂ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഇമേജിന് എത്ര വിഡ്ത്തും എത്ര ഹൈറ്റും വേണം എന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ വേണ്ട കാറ്റഗറി ഇമേജസിനും പ്രൊഡക്റ്റ് ഇമേജസിന്റെ ഒക്കെ സൈസ് എന്ന് പറയുന്നത് 350 പിക്സൽ വിഡ്ത്തും 350 പിക്സൽ ഹൈറ്റും 72 റെസൊല്യൂഷനും ഉള്ള ഒരു ഇമേജ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഇതിൽ ആർട്ട് ബോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അത് അൺചെക്ക് ചെയ്ത് വെക്കുക, ചെക്ക് ചെയ്യണ്ട, അൺചെക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഫോട്ടോഷോപ്പിന്റെ, അതുകൊണ്ടാണ് ഈ ആർട്ട് ബോർഡ് കാണുന്നത്. ചില പഴയ വെർഷനുകളിൽ ഈ ആർട്ട് ബോർഡ് ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെപ്പറ്റി ഗൗനിക്കേണ്ട കാര്യവുമില്ല പഴയ വെർഷൻ ആണെങ്കിൽ. അപ്പം മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇതാണ്. നമ്മുടെ ഇമേജിന്റെ വിഡ്ത്ത് 350 പിക്സലാണ്, ഇമേജിന്റെ ഹൈറ്റ് 350 പിക്സലാണ്, റെസൊല്യൂഷൻ 72 പിക്സൽ പെർ ഇഞ്ച് ആണ്. പിക്സൽ പെർ ഇഞ്ച് ആണ്. ഇവിടെ വേറെയും ചില ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യരുത്. ഇവിടെ പിക്സൽ പെർ ഇഞ്ച് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ ഒരു ഇമേജ് ഉണ്ടായി വന്നിരിക്കുന്നതായി കാണാം. ഒരു വൈറ്റ് കളർ ഇമേജ് ആയിരിക്കും അത്. അപ്പോൾ ഇനി ഇതിലാണ് നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത്. പല 2-3 ഐറ്റംസിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കമ്പൈൻ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ഇമേജ് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഗൂഗിളിൽ വന്നിട്ട് അയൺ ബോക്സ് എന്ന് സെർച്ച് ചെയ്യാണ്. അയൺ ബോക്സ് എന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇമേജസിൽ പോകാം. ഇമേജസ് വരും അയൺ ബോക്സിന്റെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ സേവ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ സേവ് ഇമേജ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതൊരു ഫോൾഡറിൽ, ഇവിടെ ഇമേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഈ ഇമേജ് സേവ് ചെയ്യാണ്. ഒന്നാമത്തെ എനിക്ക് വേണ്ട ഒരു അയൺ ബോക്സിൻ്റെതായിരുന്നു. രണ്ടാമത്തത് എനിക്ക് വേണ്ടത് ഒരു ടേബിൾ ഫാനിന്റെ ഇമേജ് ആണ്. അപ്പൊ ഞാനിവിടെ വന്ന് ടേബിൾ ഫാൻ എന്ന് സെർച്ച് ചെയ്യുകയാണ്. ടേബിൾ ഫാൻ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ടേബിൾ ഫാൻ ഉണ്ട്. അതിൽ നിന്നും ഒരു ഇമേജ് ഞാൻ സേവ് ഇമേജ് കൊടുക്കുകയാണ്. അത് എനിക്ക് വേണ്ടത് ഒരു LED ലൈറ്റ് അല്ലെങ്കിൽ ബൾബ് എന്ന് സെർച്ച് ചെയ്യാണ്. ഇതിൽ നിന്ന് ഒരു LED ബൾബ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു ഇമേജ് എടുക്കാം. സേവ് ഇമേജസ് കൊടുക്കുക, സേവ് കൊടുക്കുക. ഇപ്പൊ 3 ഇമേജ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ആ ഫോൾഡറിൽ പോവുകയാണ്. ഞാൻ സേവ് ചെയ്തിരുന്ന ഫോൾഡറിലേക്ക് പോവുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജസ് ഇവിടെ സേവ് ആയിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഈ ഇമേജ് എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അത് വിട്ട് കഴിഞ്ഞാൽ അത് പോകും. അപ്പൊ ആ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ അതിന്റെ ഐക്കൺ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പ്ലസ് എന്ന് കൂടെ കാണിക്കുന്നതായിരിക്കും അവിടെ. ഇനി ഞാൻ ആ ലെഫ്റ്റ് മൗസിന്റെ ബട്ടൺ ഞാൻ റിലീസ് ചെയ്യാണ്. റിലീസ് ചെയ്തപ്പോൾ ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതുപോലെ ഞാൻ മറ്റ് 2 ഇമേജുകൾ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഫാനിന്റെ ഇമേജ് എടുക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, റിലീസ് ചെയ്യുന്നു, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. വീണ്ടും
ഈ ബൾബിനെ സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, ഫോട്ടോഷോപ്പിൽ വന്നിട്ട് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 3 ഇമേജസ് ഇവിടെ വന്നിരിക്കുന്നതായി കാണാം. പക്ഷെ 3 ഇമേജിൽ ഒരു ഇമേജ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ഇവിടെ ലെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ലെയറുകൾ. അപ്പൊ ഇവിടെ പല പല ലെയർ ഉണ്ട്. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ലെയർ, അതായിരുന്നു നമ്മുടെ വൈറ്റ് കളറിലെ ആ ഒരു ഇമേജ്. അതിന് മുകളിൽ ഒരു അയൺ ബോക്സിന്റെ ലെയർ വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ഫാനിന്റെ ലെയർ വന്നിട്ടുണ്ട്. അതിന് മുകളിലാണ് LED ബൾബിന്റെ ലെയർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ലെയറുകളും താഴെയുള്ള ലെയറുകളെ മറച്ചുകൊണ്ടാണ് വരുന്നത്. അത് കാണണമെങ്കിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ 3 ഇമേജും കാണുന്ന രീതിയിലേക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ഈ അയൺ ബോക്സിന്റെ ലെയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഷോ ട്രാൻസ്ഫോം കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ചൂസ് ചെയ്യുക. ഇത് എപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫസ്റ്റ് ടൂൾ ഉണ്ടല്ലോ, ഈ ടൂൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. ഇപ്പൊ മറ്റ് ടൂളുകൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നാൽ ചിലപ്പോൾ അത് കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൂൾ, അതായത് ഇതൊരു മൂവ് ടൂളാണ്, ഈ ടൂൾ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഷോ ട്രാൻസ്ഫോം കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ കോർണറിൽ പിടിച്ച് ഇതിനെ ചെറുതാക്കുക. ഓക്കെ, അപ്പൊ ഇത് ചെറുതായിട്ടുണ്ട് ഈ ഇമേജ് ഇതുപോലെ. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം അടുത്ത ലെയറായ ഫാനിന്റെ ലെയർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ ഫാനിന്റെ ലെയറിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് ചെറുതാക്കുന്നു. ഇപ്പൊ ഫാനിനെ നമുക്കവിടെ കാണാം. പക്ഷെ ഫാൻ ഈ അയൺ ബോക്സിനെ കവർ ചെയ്യാനായിട്ട് കാണാം അല്ലെ. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അതിനു മുമ്പ് തന്നെ ഈ LED ബൾബിനെ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്ന് ചെറുതാക്കുന്നു, അറേഞ്ച് ചെയ്യുന്നു. മൂന്ന് ഇമേജസും ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, ഈ ഫാൻ ഈ പറയുന്ന അയൺ ബോക്സിനെ ഹൈഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഏരിയ. അപ്പൊ അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഫാനിന്റെ ലെയറിനെ സെലക്ട് ചെയ്യാണ്. ഇതായിരുന്നു ആ ഫാനിന്റെ ലെയർ. ഫാനിന്റെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ടൂള് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ. ഈ ഒരു ടൂള് സെലക്ട് ചെയ്യുക. ഈ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പതിയെ ഡ്രാഗ് ചെയ്തിട്ട് ആ തുടങ്ങിയിടത്ത് തന്നെ എത്തിക്കുക. ഇപ്പൊ അവിടെ ഒരു സെലക്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഈ സെലക്ഷൻ വന്നിടത്ത് നമ്മൾ ഹൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഓപ്ഷൻ കണ്ടല്ലോ, ഈ ലെയറിൽ തന്നെ 1, 2, മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതിനെ ആഡ് ലെയർ മാസ്ക് എന്നാണ് പറയുന്നത്. ആ ലെയർ മാസ്ക് നമ്മൾ അവിടെ ആഡ് ചെയ്യാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ അവിടെ ലെയർ മാസ്ക് ആഡ് ആയിരിക്കുന്നതായി കാണാം. പക്ഷെ എന്താണ് സംഭവിച്ചത്, നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ അവിടെ വിസിബിൾ ആവുകയും സെലക്ട് ചെയ്യാതിരുന്ന പോർഷൻ ഹൈഡ് ആയി പോവുകയും ചെയ്തു. ഇത് ഫിക്സ് ചെയ്യാനായിട്ടായി ഈ ലെയർ മാസ്ക് ഉണ്ടല്ലോ, ഇവിടെ ഇപ്പൊ പുതിയ ഒരു ലെയർ മാസ്ക് ആണ് ഈ വന്നിരിക്കുന്നത്, ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കീബോർഡിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട്, കൺട്രോൾ കീ ഉണ്ടല്ലേ നമ്മുടെ കീബോർഡിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും താഴത്തെ കീയാണ് കൺട്രോൾ കീ. ആ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് I എന്ന് പറയുന്ന കീയും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരു പോർഷൻ കട്ടായി പോയത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാവുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷാഡോ ഉണ്ടായിരുന്നു. ആ ഷാഡോയും ഹൈഡായി പോകുന്നതായിട്ട് കാണാം. അതും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സൂം ചെയ്ത് കാണാനായിട്ട് ഇവിടെ ഒരു സൂം ടൂൾ ഉണ്ട്. ഇതാണ് ആ സൂം ടൂള്. നമ്മുടെ ലെഫ്റ്റ് ബാറിൽ ടൂൾ ബാറിൽ കാണാം. ഈ സൂം ടൂൾ എടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നൊന്ന് പ്ലസ് ആണ് ഇപ്പൊ കാണുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സൂം ആയി വരുന്നതായി കാണാം. ഇനി വീണ്ടും ഞാൻ ഈ ലാസോ ടൂൾ എടുക്കുകയാണ്. ലാസോ ടൂൾ എടുത്തതിന് ശേഷം ഈ ഫാനിന്റെ പോർഷനാണ് നമുക്ക് ഇനിയും കട്ട് ചെയ്ത് കളയാനുള്ളത്. അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ലെയർ മാസ്ക് എടുക്കുക. ലെയർ മാസ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വൈറ്റ് വരുന്ന ഏരിയ നമുക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും.
ബ്ലാക്ക് വരുന്ന ഏരിയ ആണ് ഹൈഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഹൈഡ് ആക്കാനായിട്ട് ഇവിടെ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്താൽ മതി. ഈ ലെയർ മാസ്കിൽ ഇവിടെ അല്ല സെലക്ട് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക, ഇവിടെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഇവിടെ നമ്മുടെ കളർ പാനൽ ഉണ്ടല്ലേ, ഇവിടെ ഒരു കളറ് ബ്ലാക്കും ഒരു കളറ് വൈറ്റുമാണ്. അപ്പം ബ്ലാക്ക് ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ട കളർ. അത് ഫില്ല് ചെയ്യാനായിട്ട് ഓൾട്ട് ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീ ഞാൻ പ്രസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ആ ഒരു പോർഷൻ അവിടെ ഹൈഡായി പോയതായി കാണാം. ഇനി ഈ സെലക്ഷൻ കളയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡീസെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ സെലക്ഷൻ്റെ ഇവിടെ അകത്താണ് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത്. അതല്ല, മറ്റൊരു ഓപ്ഷൻ ഉള്ളത് സെലക്റ്റിൽ പോയിട്ട് അവിടെ ആയാലും ഡീസെലക്ട് ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+D ആണ്. ഇനി ഞാൻ സൂം ഔട്ട് ചെയ്യുകയാണ്. സൂം ഔട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സൂം ടൂൾ ഉണ്ടല്ലോ, അത് കൊണ്ടുവരിക. എന്നിട്ട് ആൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ ഇത് മൈനസ് ആയിട്ട് മാറും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഒരു മൈനസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് സൂം ഔട്ട് ചെയ്യുക. സൂം ഇൻ ചെയ്യാനായിട്ട് പ്ലസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സൂം ഇൻ ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാറ്റഗറിക്ക് വേണ്ട ആ ഒരു ഇമേജ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ അയൺ ബോക്സിനെ കുറച്ചുകൂടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇതിനെ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇമേജ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ വീണ്ടും ആ ഒരു ഷാഡോ ഹൈഡായി പോകുന്നതായിട്ട് കാണാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വിടാം. ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ വിടുകയാണ്. ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ എക്സ്പോർട്ട് ഓപ്ഷനിൻ്റെ അകത്ത് സേവ് ഫോർ വെബ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ആപ്പ്, വെബ് ഇതിനൊക്കെ വേണ്ടിയിട്ട് സേവ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണിത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പ്രിന്റിംഗ് പർപ്പസിനല്ല ഇത് ഉപയോഗിക്കുന്നത്. നമ്മളിത് ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ക്വാളിറ്റി കുറച്ച് മതി. കാരണം ക്വാളിറ്റി കൂടുന്തോറും ഫയൽ സൈസ് വലുതാകും, അതുപോലെ തന്നെ ലോഡിംഗ് ടൈം കൂടും, അപ്പോൾ സ്ലോ ആകും ആപ്പ്. അതുകൊണ്ട് നമുക്ക് ആപ്പ് സ്ലോ ആകാതിരിക്കാനായിട്ട് ക്വാളിറ്റി കുറച്ചുകൊണ്ട് ഫയൽ സൈസ് കുറച്ചുകൊണ്ട് നമുക്കിത് സേവ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രീസെറ്റ് എന്നുള്ളതിൽ ഞാൻ ഉപയോഗിക്കുന്നത് JPEG ലോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. JPEG ലോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം, ഇലക്ട്രോണിക് ഞാൻ ഈ ഇമേജിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആ ഇമേജ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാറ്റഗറി എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. കാറ്റഗറി ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ അഡ്മിൻ പാനലിൽ ലോഗിൻ ചെയ്യുക. അതിനായി നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുണ്ടായിരിക്കും. ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കാണുന്നത് ഡാഷ്ബോർഡ് പേജാണ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു മെനു ഉണ്ട്. ആ മെനുവിൽ കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു മെനു ഐറ്റം ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ കാറ്റഗറീസും ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്യാനായിട്ട് ആഡ് ന്യൂ കാറ്റഗറി എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഒരു ഫോമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ കാറ്റഗറി നെയിമും അതിൻ്റെ ഒരു സബ് ടൈറ്റിലും ചോദിക്കുന്നുണ്ട്. അതുകൂടാണ്ട് മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ഒരു ഇമേജും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ആഡ് ചെയ്യേണ്ട കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് അപ്ലയൻസ് എന്ന ഈ കാറ്റഗറിയാണ്. അപ്പോൾ ഞാൻ ആ നെയിം തൽക്കാലം ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്നിട്ട് ഞാനത് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം രണ്ടിടത്തും അതേ പേര് തന്നെ പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇമേജ് ചൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഇലക്ട്രോണിക് ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള ആ ഇമേജ് ചൂസ് ചെയ്യുക. എന്നിട്ട് ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായി നിങ്ങൾക്ക് ഇവിടെ ബാക്ക് ടു കാറ്റഗറീസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ഇവിടെ ഇലക്ട്രോണിക് അപ്ലയൻസ് ആഡ് ആയിരിക്കുന്നതായി കാണാം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തായി നമുക്ക് ആഡ് ചെയ്യേണ്ടത് സബ് കാറ്റഗറികളാണ്. ഒന്ന് അയൺ ബോക്സ്, ടേബിൾ ഫാൻ, LED ലൈറ്റ്സ്. ഇത്രയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സബ് കാറ്റഗറികൾ. ഇതിനു വേണ്ടി നമുക്ക് 3 ഇമേജസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിനായി ഞാൻ ഫോട്ടോഷോപ്പിൽ വരുന്നു. എന്നിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇത് കളയുകയാണ്. ഫയൽ എടുക്കുന്നു, ന്യൂ എടുക്കുന്നു. അതിൽ നിന്നും 350 വിഡ്ത്ത് പിക്സലും 350 ഹൈറ്റ് ഉള്ള ഒരു 72 പിക്സൽ റെസൊല്യൂഷൻ ഉള്ള ഒരു ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ആർട്ട് ബോർഡ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ആ സൈസിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജസ് ഇവിടെ എടുക്കുകയാണ്. ആദ്യമായി ഞാൻ എടുക്കുന്നത് LED ബൾബാണ്. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൈസിൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ചിലപ്പോൾ ഇത് വലുതായിരിക്കും, അപ്പോൾ നമുക്ക് ചെറുതാക്കി കൊടുക്കണം ഇതുപോലെ. അതല്ല ചെറുതാണെങ്കിൽ നമുക്ക് ഇതുപോലെ വലുതാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ചെറുതായാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ വലുതാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് സൈസിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഞാൻ നോട്ട് ചെയ്തത് ഈ LED ബൾബ് കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഒരു കുറച്ച് സ്പേസ് നമുക്ക് അപ്പുറം ഇപ്പുറം ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരല്പം ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക, ഫയലിൽ പോകുക, എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് എന്ന മെനുവിൽ നിന്ന് സേവ് ഫോർ വെബ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. JPEG ലോ എന്ന് പറയുന്ന പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന് ഒരു പേര് കൊടുക്കുകയാണ്, LED ലൈറ്റ് സബ് കാറ്റഗറി. എന്നിട്ട് ഇവിടെ ഞാൻ ഈ ലെയർ ഡിലീറ്റ് ചെയ്യുകയാണ്. LED ബൾബിൻ്റെ ഈ ലെയർ ആയിരുന്നു അത്. ഇവിടെ 2 ലെയർ ഉണ്ട്, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ലെയർ, ഒന്ന് LED ബൾബിൻ്റെ ലെയർ. ഇത് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫാൻ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഫാൻ വന്നിരിക്കുന്നത് ചെറുതായിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് ഒന്ന് വലുതാക്കി കൊടുക്കാം. എന്നിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഫയൽ, എക്സ്പോർട്ട്, സേവ് ഫോർ വെബ്. JPEG ലോയാണ്, സേവ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫാൻ സബ് കാറ്റഗറി. അതുപോലെ തന്നെ ഈ ഒരു ലെയറും ഞാൻ ഡിലീറ്റ് ചെയ്യണം. അടുത്ത ലെയർ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ നിന്നും അയൺ ബോക്സിൻ്റെ ഇത് സെലക്ട് ചെയ്യുന്നു. അല്പം ചെറുതാക്കി. എന്നിട്ട് ഫയൽ, എക്സ്പോർട്ട്, സേവ് ഫോർ വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. പ്രീസെറ്റ് JPEG ലോയാണ്, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അയൺ ബോക്സ് സബ് കാറ്റഗറി എന്ന് നെയിം കൊടുത്തു. ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് മാറ്റാം. തിരികെ നമ്മുടെ അഡ്മിൻ പാനലിൽ വരാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ മെനുവിൽ നിന്ന് നമുക്ക് സബ് കാറ്റഗറീസ് എന്ന് പറയുന്ന മെനു സെലക്ട് ചെയ്യാം. കാറ്റഗറി ആഡ് ചെയ്തതുപോലെ തന്നെയാണ് സബ് കാറ്റഗറി ആഡ് ചെയ്യുന്നതും. ഇവിടെ നമ്മൾ മുമ്പ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള സബ് കാറ്റഗറികൾ കാണിച്ചു തരും. ഇവിടെ ആഡ് ന്യൂ സബ് കാറ്റഗറി എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോം വരും. ഇനി ഇവിടെ ഒരു അഡീഷണൽ ഫീൽഡ് കൂടെ ഉണ്ട്, മെയിൻ കാറ്റഗറി. അതായത് ഈ സബ് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സബ് കാറ്റഗറി ഏത് മെയിൻ കാറ്റഗറിയുടെ കീഴിലാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ആദ്യം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടത് ഇലക്ട്രോണിക് അപ്ലയൻസിൻ്റെ കീഴിലാണ് ഈ സബ് കാറ്റഗറികൾ ആഡ് ചെയ്യാനുള്ളത്. ആദ്യത്തെ സബ് കാറ്റഗറി അയൺ ബോക്സ് ആണ്. ഞാൻ അയൺ ബോക്സ് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. സബ് കാറ്റഗറി ടൈറ്റിൽ ഇവിടെ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളം കൊടുക്കാം. അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ടൂൾ എടുക്കുക. അവിടെ അയൺ ബോക്സ് ഞാൻ പേസ്റ്റ് ചെയ്തു. ഇവിടെ സെലക്ട് ചെയ്യേണ്ട ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഇവിടെ നിന്നും സെലക്ട് ചെയ്യേണ്ടത് മലയാളമാണ്. അപ്പോൾ ഇതിവിടെ കൺവെർട്ടായിട്ട് വരുന്നതായിരിക്കും.
അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വരുന്നെങ്കിൽ മറ്റൊരു ടൂൾ കൂടെയുണ്ട്. ഗൂഗിൾ ക്ലൗഡ് റൈറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. ക്ലൗഡ് റൈറ്റിംഗ് മലയാളം, ഗൂഗിൾ ക്ലൗഡ് റൈറ്റിംഗ് മലയാളം. അപ്പോൾ ഇങ്ങനെ ഒരു ലിങ്ക് വരുന്നതായി കാണാം. ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ടൂൾ ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് വേണ്ടത് തേപ്പു പെട്ടി എന്നാണെങ്കിൽ അത് ടൈപ്പ് ചെയ്താൽ മലയാളം അങ്ങനെ വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക, സബ് കാറ്റഗറീസിൽ വരിക, ബ്രാക്കറ്റിൽ ഇത് മലയാളം പേസ്റ്റ് ചെയ്യുക. അത് തന്നെ താഴെയും പേസ്റ്റ് ചെയ്യുക. ഇമേജ് ചൂസ് ചെയ്യുക. നമ്മൾ ഇവിടെ അയൺ ബോക്സ് സബ് കാറ്റഗറി എന്ന് പറയുന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂസ് ചെയ്യുക. ആഡ് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ ഞാൻ മറ്റ് രണ്ട് സബ് കാറ്റഗറികൾ കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അടുത്തത് ടേബിൾ ഫാൻ ആണ്. ടേബിൾ ഫാനിന് കോപ്പി ചെയ്യുക, ഇമേജ് ചൂസ് ചെയ്തു, ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് സബ് ഇലക്ട്രോണിക് അപ്ലയൻസ് എടുക്കുക. LED ലൈറ്റ്സ് ആണ്. LED ലൈറ്റിൽ കൊണ്ടുവരിക. കോപ്പി ചെയ്യുക. ഇവിടെയും അത് തന്നെ പേസ്റ്റ് ചെയ്യുക. ഇമേജ് ചൂസ് ചെയ്യുക. LED ലൈറ്റിന്റെ സബ് കാറ്റഗറി ആഡ് ചെയ്യുക. ഇപ്പോൾ സബ് കാറ്റഗറി 3 ആഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ ബാക്ക് ടു സബ് കാറ്റഗറീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ പുതുതായി ആഡ് ചെയ്തിട്ടുള്ള അയൺ ബോക്സ്, ടേബിൾ ഫാന്, LED ലൈറ്റ്, ഇത് മൂന്നും ഇവിടെ കാണാൻ പറ്റും.